ഹായ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിഫിൻ പാക്കിംഗ് മോർണിംഗ് റുട്ടീൻ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാല് ഒന്ന് കാച്ചി വയ്ക്കാം. പിന്നെ നമുക്ക് ഇഡ്ലിക്ക് വെക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ഇഡ്ലിയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി പാത്രം അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായതുകൊണ്ട് സ്ഥലം ഒരുപാട് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറുതൊക്കെ ഇപ്പോൾ, അതായത് ഇത്രയും തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മേടിച്ചാൽ മതി. ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അമ്മയാണ് മാവ് അരയ്ക്കണത്. എനിക്കിങ്ങനെ ഇത്ര നന്നായിട്ടൊന്നും മാവ് അരയ്ക്കാൻ അറിയില്ല. ഗ്രൈൻഡർ ഉണ്ട്, ഞാൻ പക്ഷെ അരയ്ക്കുമ്പോഴും അത് ആ കൂട്ടിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, ഇനി ഞാൻ പഠിച്ചു വെക്കണം അമ്മയുടെ അടുത്ത്. എക്സാക്ട് സെയിം കൂട്ട് തന്നെ ചെയ്യണം. നല്ല രസമായിട്ട് പൊന്തി വരും കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. സോഡാപ്പൊടിയൊന്നും ഇടാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ആമസോണിൽ തന്നെ മേടിച്ചിട്ടുള്ള ഈ നെയ്യാണ് ഉള്ളിൽ. അത് പക്ഷെ കുറച്ച് വരുള്ളൂ, സിലിക്കോൺ ബ്രഷാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വരുള്ളൂ. ഭയങ്കര അടിപൊളിയാണ്, ഒട്ടും തന്നെ മെസ്സി ആക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു തുള്ളിയേ വരുള്ളൂ അത്. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് ലൈക്ക് വരികയും ചെയ്യും, എന്നാൽ ഒരുപാട് എണ്ണയോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തട്ടിലും കൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 തട്ട് മതി. പിന്നെ ഒരു കുഞ്ഞി തട്ട് വേറെ ഉണ്ട്, അത് ബട്ടർ ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇമ്മക്കുട്ടിക്ക് കേട്ടോ. ഇമ്മക്കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. 2 തട്ടിലും ഇതേപോലെ കുറച്ചിങ്ങനെ എണ്ണയോ നെയ്യോ തടവും, എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കും കേട്ടോ. 3-4 തട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീമറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സംഗതിയാണ്. പക്ഷേ സ്പേസ് ഒരുപാട് എടുക്കുന്നുണ്ടെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബട്ടൺ ഇഡ്ലിയുടെ തട്ട് വേറെ ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കുട്ടി 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 ഇഡ്ലിക്കായിട്ട് ഇങ്ങനെ വെക്കുക നമ്മൾ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള പാല് ഞാൻ രാവിലെ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പാല്. പിന്നെ ഇമ്മക്കുട്ടിക്ക് ടിഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു ചുമപ്പ് കളറിലുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനെക്കാട്ടും മുന്നേ ഉള്ളിച്ചമ്മന്തിക്കുള്ളത് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് നന്നാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് ഒന്നും കൂടി കഴുകി ഒന്നും കൂടി ചെറുതാക്കി തലയും വാലൊക്കെ കളഞ്ഞ് നമുക്ക് ഉള്ളിച്ചമ്മന്തി ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അതിന് സവോള ആണെങ്കിലും മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ള. സവോള വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ചെറുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ച് അധികം എണ്ണ എടുക്കുക. ഇത്ര അധികം ഉള്ളി ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും അതേപോലെ തന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ചധികം മുളക് പൊടി. ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കര ബ്രൗൺ ആവുക എങ്ങനെയൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഇത് കളറിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിൽ കഴിക്കുമ്പോൾ അങ്ങനെ കളർ വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി. ഇനി നമുക്ക് ടിഫിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം കേട്ടോ. ഇത് തലേദിവസം തന്നെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസില്ലേ, അത് വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ആട്ടയാണ് കേട്ടോ, എന്നുവെച്ചാൽ ചപ്പാത്തി മാവ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട് ഈ ജ്യൂസിൽ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കഴിക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തുക. ചപ്പാത്തി പരത്താൻ ഞാൻ പല ദുരന്തമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടേഴ്സ് വെച്ചിട്ട്, പിന്നെ ഇമ്മക്കുട്ടിക്ക് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കട്ടേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് കുക്കീസ് ഉണ്ടാക്കാനും ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പല ഷേപ്പിലുള്ളത് കിട്ടും. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രസമല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയാൽ തന്നെ 4 ഹാർട്ട് ഷേപ്പ് കിട്ടി. ഹാർട്ട് ഷേപ്പ് ഇഷ്ടമാണ് എമ്മക്കുട്ടിക്ക്? യെസ്. പിന്നെ അടുത്തത് നമുക്ക് സ്റ്റാർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം കേട്ടോ. എന്നെപ്പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ പൂരിയാണ് ഉണ്ടാക്കണത്. നമുക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തി പോലെ അങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അമ്മ ഇന്നലെ രാത്രി പറഞ്ഞു പൂക്കളും ഉണ്ടാക്കാല്. പൂക്കളുടെ ഉണ്ടായിരുന്നു. ഇത് പൂവായിട്ട് കുഞ്ഞു സങ്കല്പിച്ചോളൂ. ഇതിപ്പോൾ സ്റ്റാറോ പൂവോ എങ്ങനെയാ വെച്ചാൽ സങ്കല്പിക്കാം. സ്റ്റാറാന്ന് വിചാരിച്ചേ. അപ്പം പറയണ പൂവും വേണമെന്ന്. അതിനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം മാവ് കുറച്ചൊന്ന് എണ്ണയിലിട്ട് നോക്കാം. നന്നായിട്ട് പൊന്തി വരുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് പൂരി ആക്കി ഇങ്ങനെ വറുത്തെടുക്കാമല്ലോ. അപ്പോൾ ഇത് ഉള്ളിച്ചമ്മന്തിക്കുള്ളത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്ന് തണുക്കണ്ടേ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് ആ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, എങ്ങനെ വരുന്നുണ്ട് എന്നറിയാൻ. ആസ് യൂഷ്വൽ എനിക്ക് ആദ്യത്തെ എല്ലാം ഇത്തിരി ഭംഗിക്കുറവിലാണ് കിട്ടുക. അത് അപ്പാണെങ്കിലും ശരി, ദോശയാണെങ്കിലും ശരി, അതുപോലെ തന്നെ പൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പിന്നീടുള്ളതേ ഭംഗിയായിട്ട് വരാറുള്ളത്. പിന്നീട് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 വീതമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രസമാണ് കേട്ടോ. നമുക്കാണെങ്കിലും ഈ ഷേപ്പിലൊന്നും അല്ലെങ്കിലും ഈ ബീറ്റ്റൂട്ടിൻ്റെ ചാറെടുത്തിട്ട് ഇതാക്കിയിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കാണാനും രസമാണ്. പിന്നെ അങ്ങനെ അത്രയും നമുക്ക് ബീറ്റ്റൂട്ടും അകത്ത് ചെല്ലും. കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അത് ഇതാക്കിയെടുക്കുന്നത്, അരച്ചിട്ടുള്ള ഇത് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വെറുതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മളൊരു 6 ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത്ര മതി, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനെ മതിയാവും. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ ലൈറ്റായിട്ടൊന്ന് നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ തടവിയിട്ടുള്ള കാരണം ഭയങ്കര സുഖമായിട്ട് വരും. കണ്ടോ, ഇഡ്ഡലി നല്ല രസമായിട്ട് സോഫ്റ്റായിട്ട് പൊന്തി നിൽക്കുവേ. അത് അമ്മയുടെ മാവിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇനി ഞാൻ മാവ് അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ബട്ടൺ ഇഡ്ഡലി. പിന്നെ ഞാൻ പാല് നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മളിങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് മറക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും രാവിലെ വെള്ളം കുടിക്കേണ്ട കാര്യവും അതേപോലെ തന്നെ പാല് കുടിക്കണമെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മേക്ക് ഷുവർ ദാറ്റ് അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ടേസ്റ്റ് ചെയ്ത് നോക്കി, അതിൻ്റെ ഒപ്പം തന്നെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെ നമുക്ക് ചീര വെച്ചിട്ട്, ചീരയുടെ ചാറ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതാണ് കേട്ടോ കട്ടേഴ്സ്. ഇത് ഇത്ര പല ഷേപ്സിൽ പല സൈസസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സെറ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇനി ടിഫിൻ പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടിഫിൻ ബോക്സിൽ അതിൽ കൊള്ളണത്ര പൂരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മസാല പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. പക്ഷേ എനിക്ക് അന്ന് അതൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും ഓൾറെഡി വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചിലപ്പോൾ തലേദിവസം തന്നെ വേവിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അത് ക്യാരറ്റ്, ബീൻസ്, ഒരു മുളക്, കുറച്ച് ഉപ്പ്, അങ്ങനെയാണ്. മറ്റത് ചോക്ലേറ്റ് അല്ല കേട്ടോ, സ്ട്രോബെറി സിറപ്പാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതൊരു ടൈനി ലിറ്റിൽ സർപ്രൈസായിട്ട് അത് രസമുണ്ടാവും കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. ഇത് നമുക്ക് ഇടനേരത്തുള്ള ഒരു 10 മണിക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ സിലിക്കോൺ മോൾഡില്ലേ, കപ്പ് കേക്കിൻ്റെ ഒക്കെ മോൾഡ്, അത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ കുറച്ച് കാഷ്യൂം അതേപോലെ തന്നെ 2 ഓട്സ് ബിസ്ക്കറ്റാണിത്. ഭയങ്കര ഹെൽത്തി ബിസ്ക്കറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നോ മൈദ ബിസ്ക്കറ്റാന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അറിയില്ല അങ്ങനെയാണോ എന്നുള്ളത്. എന്തായാലും അത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ബിസ്ക്കറ്റും കൊടുത്തു വിടാറുണ്ട്. പോപ്കോൺ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്ക്. അപ്പോൾ ഇമ്മക്കുട്ടിക്കുള്ള ടിഫിനും സ്നാക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. സ്നാക്ക് ബോക്സ് ഉണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്. പിന്നെ ചായ വെക്കാം കേട്ടോ. ഏട്ടനുള്ള ചായയും അമ്മയ്ക്കുള്ള ചായയും വെക്കുകയാണ്. അമ്മ നടക്കാൻ പോണേക്കാട്ടിന് മുന്നേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവും. പിന്നെ തേങ്ങ ചിരകണമായിരുന്നു ചട്നിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ചിരകാൻ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. നമുക്കിങ്ങനെ ഇരുന്ന് ചിരകണം തന്നെയാണ് ഏറ്റവും സുഖം. പക്ഷേ നമുക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് കുറച്ച് തേങ്ങ ചിരകണം. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കുറച്ച് തേങ്ങ ചിരകണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ. വേറെ എന്തുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൃതിക്കാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലാബില്ലേ അതിലിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് കണ്ടോ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. എന്നാലും ഒരു ഇളക്കമുണ്ട് അതിന്, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് മറ്റതാണ് സൗകര്യം, അത് ഇരുന്ന് ചിരകണതാണ് സൗകര്യം വെച്ചാൽ അത് തന്നെ മതി. അതല്ലെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ഇരുന്ന് ചിരകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് മാത്രം മതി. ആ ചിരവ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആമസോണിൽ മേടിച്ച് ഞാൻ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. പിന്നെ ചായ അമ്മയ്ക്കും ഏട്ടനുള്ള ചായ വെച്ചിട്ടുണ്ട്. ഏട്ടന് ഇന്ന് പനിയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഏട്ടനെ എണീറ്റിട്ടില്ല, അല്ലെങ്കിൽ ആളെന്നെ ആളുടെ ചായയൊക്കെ വയ്ക്കുക. അപ്പോൾ 2 ഗ്ലാസ് ആൾക്കുള്ളതും അതേപോലെ അമ്മയ്ക്കുള്ളതും ഏട്ടൻ തന്നെയാണ് വെച്ച് വയ്ക്കുക രാവിലെ. അപ്പോൾ ഏട്ടൻ കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഉമ്മറത്തെ റൂമിലാണ് കിടക്കണത്. ഏട്ടന് പനി ആയതുകൊണ്ട് അവിടെ മാറിക്കിടന്നു. അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് നമുക്ക് നോക്കണ്ടേ. ഇന്നാണെങ്കിൽ എക്സാമും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇമ്മയ്ക്ക്. മൺഡേ ഒരാഴ്ച ഇനി എക്സാം, ഒരാഴ്ചയിൽ 6 ദിവസം എക്സാം ഉണ്ട്, 6 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ മാറ്റി കിടത്തി. ഇനി ചട്നിക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ തിളപ്പിച്ച വെള്ളം തന്നെയാണ് ചേർക്കുക ഇത് ചട്നി ഉണ്ടാക്കുമ്പോൾ. കാരണം ഞാൻ പിന്നീട് ചട്നി ചൂടാക്കാറില്ല. അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഇട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ ഈ കുപ്പിയിൽ വെച്ചിരിക്കണമൊക്കെ തിളപ്പിച്ച വെള്ളമാണ് പിടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ.
കുടിക്കുന്ന വെള്ളം തന്നെ. എന്നിട്ട് അത് നമ്മൾ ലൈക്ക് ചട്നിയിലേക്ക് ഒഴിച്ചെടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചട്നി, നമുക്ക് കട്ട ചട്നി വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളിവിടെ കുറച്ച് ലൂസായിട്ടുള്ളതാണ് എടുക്കണം, കാരണം ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ചട്നി നമുക്കിനി വറുത്തിട്ടാൽ മതി, അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ മിക്സി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ളത് അത് ജസ്റ്റ് അരച്ചെടുക്കുകയാണ്. ഇതിലൊരു ലേശം പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം. അത് വെച്ചിട്ട് ഈസിലി നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ ചട്നിക്ക് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് കടുക്, കറിവേപ്പില, അത്രയേ ഉള്ളൂ. ഇനി ഈ വറുത്തിടുന്നത് അങ്ങനെ ചട്നി ആ പാത്രത്തിൽ വെച്ചിട്ടില്ലേ, നമ്മൾ അതിലേക്ക് ഒഴിക്കും. ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചട്നി പിന്നീട് ചൂടാക്കുന്നില്ല കേട്ടോ. അയ്യോ, ഇനിയാണ് മെയിൻ ടാസ്ക്, ഇമ്മക്കുട്ടിയെ വിളിക്കുക എന്നുള്ളത്. സാധാരണ രീതിയിൽ 6:45 വിളിക്കുക. ഒരു 7:20 ആകുമ്പോഴാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഏട്ടൻ ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല, ഇത്ര നേരത്തെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഏട്ടൻ അത്രയും നേരത്തെ ചിലപ്പോൾ ഓഫീസിൽ പോയിന്ന് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ഏട്ടന് വയ്യ, വാളെനിറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ തന്നെയാണ് നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6:00 വിളിക്കും. എനിക്ക് ആ 15 മിനിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ചുകൂടി നേരത്തെ കൊണ്ടുപോകും ബസ് സ്റ്റോപ്പിലേക്ക്. അല്ലെങ്കിൽ പിന്നെ എങ്ങാനും ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ചടങ്ങ്. അടുത്ത് തന്നെയാണ്, പക്ഷേ കൊണ്ടുവന്നാക്കുക, അവിടെ പാർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിന് നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6:00 വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇമ്മക്കുട്ടിയെ ടിഫിൻ കാണിച്ച് കൊതിപ്പിക്കുക എണീക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു, ഇമ്മക്കുട്ടി ഞാൻ അമ്മ സ്പെഷ്യലായിട്ട് ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്, സ്ട്രോബെറി സോസൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വിധം പിടിച്ചെണിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കഥയൊക്കെ വായിച്ചു കൊടുത്തു കേട്ടോ. എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വിദ്യകളാണ്. അവസാനം ഞാൻ പൊക്കിയെടുത്തു. ഒന്നും നടന്നില്ല എന്ന് കണ്ടാൽ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് മുഖം കഴിക്കുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഇതേ ഇമ്മക്കുട്ടി മേലൊക്കെ കഴുകി വന്നിട്ട് രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ തല കുളിപ്പിക്കാറില്ല കേട്ടോ, മേല് കഴുകിക്കാറ് മാത്രമേ ഉള്ളൂ. ഒന്നാമത് മുടി ഉണങ്ങില്ല, രണ്ടാമത് തല കുളിപ്പിക്കാനുള്ള സമയവും രാവിലെ ഉണ്ടാവാറില്ല. ഉച്ചയ്ക്കായി തിരിച്ചെത്തും, എന്നിട്ട് ഉച്ചയ്ക്ക് കുളിച്ചതിന് ശേഷമാണ് ചോറൊക്കെ കഴിക്കുക. ഇങ്ങനെയാണ് പതിവ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റാണ്. ഇത് പാലിലിങ്ങനെ മുക്കിയിട്ട് ബട്ടർ ഇഡ്ഡലി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ പിന്നെ വേറെ പാലൊന്നും കുടിക്കാനോ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ഇത് തന്നെ അപ്പോൾ വയറ് നിറഞ്ഞോളും. ഇത്ര നേരത്തെയല്ലേ പിന്നെ കഴിക്കണം. പിന്നെ റെഡി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ യൂണിഫോമൊക്കെ ഇട്ടു. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ യൂണിഫോമാണ്. വളരെ സിമ്പിളാണ്. വെറും ടൈയും ബെൽറ്റും കോട്ടും മറ്റേ പാവാട പോലത്തതും ഷൂസും സോക്സൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ സാൻഡൽസ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് 2 ഭാഗത്ത് മുടി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും സമയമില്ലാത്ത സമയത്താണെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 ഭാഗം മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് പോണിറ്റെയിലൊക്കെ കെട്ടിത്തരാൻ പറയാം. അതിനുള്ള മുടിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്കൊന്ന് വളർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആദ്യം ഷോർട്ട് ഹെയറിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് ആ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഭംഗി പിടിക്കാൻ ഭയങ്കര പാടല്ലേ. എനിക്കാണെങ്കിൽ അങ്ങനെ കിട്ടിയാൽ ശരിയല്ല, ഇങ്ങനെ കിട്ടിയാൽ ശരിയാവില്ല. അങ്ങനെ കുറച്ച് നേരം കണ്ണാടിയൊക്കെ നോക്കി തൃപ്തിപ്പെട്ടാലേ സമ്മതിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കിൻ കെയർ ഉണ്ട്. ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും കേട്ടോ. മോയ്സ്ചറൈസർ മമാർത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. സൺസ്ക്രീൻ ഏതിൻ്റെ ആയിരുന്നു എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. അതൊരു സ്പ്രേ സൺസ്ക്രീനാണ്. അപ്പോൾ അത് കുറച്ച് മുഖത്തും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ് ബാം, അത് ലിപ് ബാം ഏത് ബ്രാൻഡിൻ്റെ അതും ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നോക്കിയിട്ട് ലിങ്ക്സ് ഇടാം കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടി റെഡിയായി. നമുക്കിനി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാം. നമ്മൾ കറക്റ്റ് ടൈമാണ് കേട്ടോ. ആശ്വാസമായി എനിക്ക്. അങ്ങനെ നമുക്ക് പോവാം കുഞ്ഞോ. ഓൾറെഡി ഇമ്മക്കുട്ടി CID മൂസിയാണോ? കോട്ടൊക്കെ ഇട്ടിട്ട്, റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഓൾറെഡി ഹാപ്പി. എല്ലാവരോടും പറയുന്നു ഇമ്മക്കുട്ടിയുടെ ഫസ്റ്റ് എക്സാമാണ്. ഇന്നെൻ്റെ ഫസ്റ്റ് എക്സാമാണ് മാത്സ്. Are you excited? Yes. I'm excited so much because it's maths. Maths. നല്ല അടിപൊളി മഴയാണ്. ഇനിയിപ്പോൾ ഇമ്മക്കുട്ടിയെ കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ ഒരു പണികളുണ്ടല്ലോ, അതിലേക്ക് കിടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതൊരു ബൈ. ടേക്ക് ലവ് യു.